എന്തൊക്കെയോ പറയുന്നു. ഒരു കാര്യം ചോദിച്ചിട്ട് ചേട്ടൻ മകനെ മാത്രം നിങ്ങൾ പകർത്താണ്ട് നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് കൂടി ഒന്ന് പകർത്ത്. അണ്ണാ കണ്ണീര് വരുന്നില്ല അണ്ണാ, നല്ലോണം കരയണ്ണ, തുപ്പിലോട്ടെങ്കിലും തേക്കണ്ണ, എന്തു അണ്ണ കരഞ്ഞ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് അവരോടെ കരച്ചു. അപ്പം ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. അപ്പൊ നമ്മളെ ഇന്നത്തെ ഒരു ചർച്ചാ വിഷയം എന്തെന്ന് വെച്ചാൽ അമ്മ, AMMA, അമ്മ. അപ്പൊ ഈ 2-3 ദിവസം കൊണ്ട് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കുറച്ച് സിനിമാറ്റിക് ആയിട്ടുള്ള കുറച്ച് കലാപരിപാടികളൊക്കെ നമ്മളിങ്ങനെ ന്യൂസിനകത്തും ഒക്കെയുള്ള യൂട്യൂബ് ചാനലിലും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അൻസിബ ആൻഡ് ടിനി ടോം, ഞാനൊരു കാര്യം പറയട്ടെ. ഈ അമ്മ എന്നുള്ളൊരു സംഘടന അവര് പറയുന്ന വെച്ചാല്, ആ സംഘടന എന്ന് പറയുന്ന വെച്ചാല് അവർക്ക് ചാരിറ്റി പ്രവർത്തനത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ബാക്കിയുള്ള അതിനകത്ത് വർക്ക് ചെയ്യുന്ന സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടി ഒരു സഹായത്തിന് അങ്ങനത്തുള്ള ഒരു ചാരിറ്റി പ്രോഗ്രാം എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ഒരു സംഘടന ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളാരും ഈ ഒരു അമ്മ എന്ന് പറയുന്ന സംഘടന ഈ ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നത് നമ്മളാരും കണ്ടിട്ടില്ല. അതിനെക്കുറിച്ചൊരു അറിവുമില്ല. വല്ലപ്പോഴും ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് നമ്മൾ അറിയുന്ന എപ്പോഴാ? ഇങ്ങനത്തുള്ള വിവാദങ്ങളും ഇങ്ങനത്തുള്ള തെണ്ടിത്തരങ്ങളും അതിനകത്ത് തന്നെ പറയണ്ട, നാട്ടിൽ നടക്കാത്ത കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോവാം. നമുക്ക് അൻസിബ, ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ അൻസിബയ്ക്കെതിരെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ ഒരു വ്യാജ പരാതി കൊടുത്തു. അപ്പൊ ആ വ്യാജ പരാതി കൊടുത്ത ആളെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചുള്ള അൻസിബ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തോ നമുക്കൊന്ന് ചെക്ക് ഔട്ട് ചെയ്യാം ഗൈസ്. കമാൻ. എനിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെ അതിൽ നിങ്ങളുടെ സംഘടനയ്ക്ക് അപ്പുറത്ത് കുറച്ച് ക്രൈം സ്വഭാവം അല്ലെങ്കിൽ അതിനൊരു ആന്റി സോഷ്യൽ സ്വഭാവമുണ്ട്. എനിക്ക് തിരിച്ചും പറയാൻ അതന്നെ ഉള്ളത്. എന്നെ പോലീസ് സ്റ്റേഷനിൽ, തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ എന്നെ കയറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ഗൂഢാലോചന ഉണ്ട്. ആ ഗൂഢാലോചന എല്ലാവരും തെളിയിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇസ്ലാമിലേക്ക് ടിനി ടോം എന്ന് പറഞ്ഞ ചേട്ടന്റെ ഡ്രൈവറെയും ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ മകനെയും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്തു എന്നാണ് പറഞ്ഞത്. അടുത്തത് ആരോപണം. പിന്നെ അവിഹിത കഥകളുടെ ഘോഷയാത്ര. ഈ രണ്ടാമത് പറഞ്ഞത് സ്വാഭാവികം. ഒരു സ്ത്രീ ആകുമ്പോഴത്തേന് ആ സ്ത്രീനെ എങ്ങനെയും അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള കലാപരിപാടി എങ്ങനെയും നശിപ്പിക്കണം എന്നുള്ള ഒരു ഇത് വരുമ്പോഴത്തേന് അതിനകത്ത് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഒന്നേ അവിഹിതം, അല്ലെങ്കിൽ ലൈംഗികപരമായിട്ട് ആ ഒരു സ്ത്രീയെ ഉപദ്രവിക്കുക, സംസാരിക്കുക, ബാക്കിയുള്ളവരടുത്ത് അവളിങ്ങനാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ഇതാണ് പരിപാടി, ഇതൊക്കെ പറഞ്ഞേൽപ്പിക്കുക. അതാണ് മെയിൻ. രണ്ടാമതല്ല, ഈ രണ്ടാമത് പറഞ്ഞ അവിഹിതം അത് ഒന്നാമതാണ് എടുത്തിട്ടുള്ളത്. അതാണ് മിക്ക ആൾക്കാരും ചെയ്യുന്നത്. ഒരു മനുഷ്യന്റെ മെന്റാലിറ്റി അങ്ങനെയാണ്. സ്ത്രീ നിന്നുള്ള ഒരാളെ കാണുമ്പോഴത്തേന് അവരെ ഈ ഒരു പരിപാടി കൊണ്ടേ പലപ്പോഴും അടിച്ചമർത്താൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? അവരെ മാനസികമായിട്ട് തളർത്തുക എന്നുള്ള രീതി. പിന്നെ ഒന്നാമത് പറഞ്ഞ കേസ് മതപരിവർത്തനമൊക്കെ ഇതിനകത്ത് നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു രീതിയിൽ ടിനി ടോം ആകുമ്പോഴത്തേന് ടിനി ടോമിനെ കുറിച്ച് നമ്മൾ നേരത്തെയും കുറെ പ്രശ്നങ്ങൾ ഇതിനൊക്കെയുള്ള കുറെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ ഒരു തരത്തിൽ പറഞ്ഞു വരുമ്പോഴേ ടിനി ടോം പറയാനും പറയാതിരിക്കാനും സാധ്യതയൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ ഒരാൾക്ക് മനസ്സുകൊണ്ട് അയാളടുത്തൊരു വൈകാരികപരമായിട്ട് ഇങ്ങനെ ഇതാവുമ്പോഴത്തേന് ആ വൈകാരികപരമായിട്ട് ആ വ്യക്തിനെ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാവോ, എങ്ങനെയൊക്കെ പറഞ്ഞ് ഇതാക്കാവോ, അതെല്ലാം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് വന്നതായിരിക്കാം ഈ ഒരു മതപരിവർത്തനം. സ്വാഭാവികമായിട്ടും ആ പേര് അൻസിബ ഹസൻ എന്ന് കേൾക്കുമ്പോഴത്തേന് സ്വാഭാവികമായിട്ടും അങ്ങനെ വരത്തുള്ളൂ, അങ്ങനെ പറഞ്ഞ് ഇതാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ അൻസിബ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ അടുത്ത്, ഈ ഒരു ആക്ട്രസിന്റെ അടുത്ത് ആ അമ്മ സംഘടനയിൽ നടന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. സത്യം പറഞ്ഞ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ, ഈ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടെന്ന് തന്നെ അറിയുന്നത് ഇങ്ങനത്തുള്ള വിവാദങ്ങൾ വരുമ്പോഴാണ്. അപ്പോഴാണ് എല്ലാവരും ഉണരു ഉപഭോക്താവേ, ഉണരു, അമ്മ വന്നിരിക്കുന്നു എന്നുള്ളൊരു ബോധം വരത്തുള്ളൂ. ഇപ്പൊ ഇത് ഇന്നത്തെ ഇവർക്കെതിരെ തൃപ്പൂണിത്തറ സ്റ്റേഷനിൽ കൊടുത്തതിന്റെ ഒരു ഇതാണ്. ബാക്കി നമുക്ക് കേട്ടുപോകാം.
വ്യാജ പരാതിയാണ് കൊടുത്തത്. ആ വ്യാജ പരാതി കൊടുത്ത ആളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് വരാം. ആയിട്ടുള്ള കാര്യം ഞാൻ ചോദിക്കട്ടെ, നിയമപരമായ രീതിയിൽ പോകേണ്ടത് ഇത് നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരാ. പെട്ടെന്ന് ഒരു ദിവസം എന്റെ പേര് അൻസിബ ഹസൻ എന്നായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോ പെട്ടെന്ന് എന്താ ഫീൽ ചെയ്യാൻ? സ്വാഭാവികമായിട്ടും വളരെ വലിയ ഗുരുതരമായ കേസ് കൊടുക്കുന്നത് ഇതൊന്നുമല്ല എന്റെ പ്രശ്നം. ഞാൻ ഇവരൊക്കെ കൂടെ ആയിരുന്നല്ലോ ഇത്ര നാൾ വർക്ക് ചെയ്തത്, എന്നെ അങ്ങനെയാണോ കണ്ടതെന്നല്ലേ ഞാൻ ചിന്തിക്കുക. സ്വാഭാവികം. ഒരാളെ ലക്ഷ്യമിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊരു ഗ്രൂപ്പ് ആണ്. ഒരു ഗ്രൂപ്പ് ചേർന്നിട്ട് അല്ല ഒരാൾ എന്നിട്ട് പറയും അവള് ചെയ്യുന്ന കണ്ടോ, നിനക്ക് തോന്നിയോ? അപ്പം പറയും എനിക്ക് ചെറുതായിട്ട് തോന്നി, എന്നാ പിന്നെ നീ എന്റെ ഗ്രൂപ്പിലോട്ട് വാ, നമുക്ക് എല്ലാവർക്കും കൂടെ നിന്നിട്ട് അവളെ അങ്ങ് നശിപ്പിച്ചളയാം എന്നുള്ള രീതിയിൽ സംഭവം ശരി തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ ആ ഒരു ഇവർക്കും സ്വാഭാവികമായിട്ടും അങ്ങനെ തോന്നിക്കാണ്. കാരണം ഇവർ ഒറ്റ എരിഞ്ഞ് പോയപ്പോഴത്തേന് ഇങ്ങനെ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞപ്പോഴത്തേന് സ്വാഭാവികമായിട്ടും എല്ലാവരും തിരിഞ്ഞ അവസ്ഥയാണ്. അപ്പൊ ഇവർക്കൊരു സ്വാഭാവികമായിട്ടും ഒരു ഇത് കാണുമല്ലോ, ഇവരെ കൂട്ടത്തിലാണല്ലോ ഒരു വിഷം ഇങ്ങനെ പറഞ്ഞു പരത്തുന്നവരെ ആൾക്കാരെ കൂട്ടത്തിലാണ് ഇപ്പൊ ഇവര് നിന്നത്. അതാണ് സംഭവം. ഞാൻ ഇത്രയും നാള് അവസാനം ഞാൻ റിസൈൻ ചെയ്ത ദിവസം ഞാൻ ശ്വേത ചേച്ചിക്ക് പ്രസിഡന്റിന് ഞാൻ വാട്സാപ്പിൽ ഇട്ടു ഈ നോട്ട്. ഞാൻ സെക്രട്ടറി ഞാൻ ഇട്ടു, പിന്നെ അമ്മയുടെ ഒഫീഷ്യൽ മെയിലിലേക്കും ഞാൻ ഇട്ടു. എന്നെ വിളിച്ച് ചോദിച്ചത് സെക്രട്ടറിയാണ് ശരിക്കും എന്താണ് റീസൺ. അപ്പം ഞാൻ ചേച്ചിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് സെക്രട്ടറി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അൻസിബ ഈ റീസൺ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നു. ഞാൻ പറഞ്ഞു ഇല്ല ചേച്ചി എനിക്കിനി വയ്യ, ഞാൻ ഒന്നിനുമില്ല, ഞാൻ അവിടുന്ന് പോയി കഴിഞ്ഞാൽ സമാധാനമാവുമല്ലോ, തീർന്നല്ലോ, കഴിഞ്ഞു, ഞാൻ അത്രേ വിചാരിച്ചു. നോക്കാം വരുമോ വരൂല. ഇങ്ങനത്തെ പ്രശ്നം ഇങ്ങനെ സംഘടനയ്ക്കകത്ത് പ്രശ്നം വന്നാല് ആദ്യം ഈ സംഘടനയ്ക്കകത്ത് ആദ്യമേ തുടങ്ങുമ്പോൾ തന്നെ ഇവര് ഒരു അജണ്ട പോലൊരു സാധനം വെക്കും. സംഘടനയ്ക്കകത്ത് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഏത് വിഷയമാണെങ്കിൽ പോലും സംഘടനയ്ക്കകത്ത് വെച്ച് തീർക്കുക എന്നുള്ള രീതി. സത്യം പറഞ്ഞാൽ ഇവർക്ക് അതിനെക്കുറിച്ച് ഈ പ്രശ്നം ഉണ്ടായിട്ട് പറഞ്ഞിട്ടും ഇതിനൊരു തീരുമാനം ആയിട്ടില്ല. വീണ്ടും ഇതിനെക്കുറിച്ച് ബാക്കിയുള്ള ആൾക്കാരെ കുറ്റപ്പെടുത്തുന്നു, അവിഹിതം എന്ന് പറയുന്നു, ഗ്രൂപ്പിസം ചേർന്ന് ഇവരെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് വന്നപ്പോഴാണ് ഇവര് കേസ് കൊടുക്കുക, പുറത്ത് പോയി കേസ് കൊടുക്കുക. സത്യം പറഞ്ഞാൽ അത് കറക്റ്റായിട്ടുള്ള അതാണ് ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ ഈ സംഘടനയ്ക്കകത്ത് നിന്നിട്ട് ഒരു കാര്യമില്ല. അവരൊന്ന് രണ്ടും പറഞ്ഞ് സോൾവ് ആക്കി കയ്യും കൊടുത്ത് പോയിട്ട് രണ്ടാമത് വീണ്ടും വരും. ഇതിനൊക്കെ പ്രശ്നമാകുമ്പോൾ വീണ്ടും സംഘടനയ്ക്കകത്ത് ചർച്ചാ വിഷയമായി സോൾവ് ആക്കി പോയി. ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ഒരു ടൈം ആകുമ്പോഴത്തേന് ഇതില് നിന്നിട്ടൊരു കാര്യമില്ല. ഇത് നിന്ന് പുഴുത്ത് പോകത്തേ ഉള്ളൂ, നമ്മൾ തന്നെ അനുഭവിക്കത്തേ ഉള്ളൂ, നമ്മൾ തന്നെ ഇതിനകത്ത് നശിക്കത്തുള്ളൂ. നമ്മൾ നാളത്തെ ഉള്ള ഒരു വ്യൂ പോയിന്റിൽ എത്തുമ്പോഴത്തേന് നമുക്ക് അതിനകത്ത് നിന്ന് എസ്കേപ്പ് ആവും. അങ്ങനെയാണ് പുറത്ത് കൊണ്ടുപോയി കേസ് കൊടുത്തത്. സത്യം പറഞ്ഞാൽ അതാണ് നടക്കുന്നത്. പിന്നെ അത് പോട്ടെ, നമ്മളെ ഈ വ്യാജ പരാതി കൊടുത്തൊരു ചേച്ചിയുണ്ട്, ആ ചേച്ചിയുടെ ഒന്ന് കണ്ടുനോക്കാം. വ്യാജ പരാതി കൊടുത്ത ആള് ഞാൻ തന്നെയാണ്. നോട്ട് ദാറ്റ് പോയിന്റ്. ഇപ്പൊ കേൾപ്പിച്ചുതരാം. അൻസിബ ഹസനെതിരെ വ്യാജ കേസ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ വനിതാ എക്സിക്യൂട്ടീവ് അംഗം വേറെ ആരുമല്ല, അത് അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ലക്ഷ്മിപ്രിയ എന്ന ഞാനാണ്. ഡിസംബർ 10 രാത്രിയിൽ അൻസിബ ഹസൻ എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. എന്റെ വീട്ടിൽ ഈ മെസ്സേജിനെ ചൊല്ലി പല പ്രശ്നങ്ങളും ഉടലെടുക്കാൻ അത് കാരണമാകുന്നു എന്ന ഘട്ടത്തിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞിരുന്നു, അൻസിബ എന്റെ വീട്ടിലേക്ക് വരണം. അതിനൊന്നും ആ കുട്ടി തയ്യാറായില്ല. പിന്നീട് യാതൊരു വിധത്തിലും എന്റെ മെസ്സേജസിന് റെസ്പോണ്ട് ചെയ്യുകയോ എന്റെ കോൾസ് അറ്റൻഡ് ചെയ്യുകയോ ആ കുട്ടി ചെയ്തിട്ടില്ല. യാതൊരു നിവൃത്തിയുമില്ല. ഒരു കാര്യം നടക്കത്തില്ല. അതുകൊണ്ടാണ് അവരത് കളഞ്ഞിട്ട് പോയത്. നീതി എന്നുള്ളൊരു സാധനം കിട്ടിയില്ല എങ്കിൽ, ഇതിനൊരു തീരുമാനം ആയില്ല എങ്കിൽ പുറത്ത് തന്നെ പോയി കേസ് കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് പോണേ. അപ്പൊ വ്യാജ പരാതി കൊടുത്തത് ഇപ്പൊ നിങ്ങളൊന്നും ഓർക്കണം, തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ വ്യാജ പരാതി കൊടുത്തത് നമ്മളെ ഈ ചേച്ചിയാണ്. ചേച്ചി പറഞ്ഞിട്ടുണ്ടേ. ഇതിനൊക്കെ കമന്റ് ബോക്സ് കയറി അറിയാം. കറക്റ്റാണ്, 100% യോജിക്കുന്നു. കറക്റ്റ് കാര്യം. കേക്കട്ടെ.
അല്ലാതെ എൻ്റെ കുടുംബജീവിതം ഒരു മോശമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് വന്നപ്പോഴാണ് നമ്മളുടെ പിന്നെ ഇവിടെ ഹിൽ പാലസ് വനിതാ സെല്ലിൽ ഞാൻ ജനുവരി ഒരു മധ്യത്തോട് കൂടിയിട്ടാണ് എന്നാണ് എൻ്റെ ഓർമ്മ, അന്ന് ഞാൻ അവിടെ കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നത്. അതിൽ ഈ പറയുന്ന മതമോ വർഗീയതയോ ക്ഷേത്രത്തിന്റെ സ്പോൺസർഷിപ്പോ ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ഒരു വിഷയം മാത്രമേ, അൻസിബയുടെ പേരിൽ ഒരു FIR ഇടണമെന്നോ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നോ പോലും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എൻ്റെ ആവശ്യം എൻ്റെ ഹസ്ബൻഡിന്റെ മുന്നിൽ നിന്നിട്ട് ഈ മെസ്സേജ് എന്തുകൊണ്ട് അയച്ചു എന്ന് അൻസിബ ഒന്ന് പറയണം എന്ന് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ കുട്ടി ആരൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടും വരാൻ കൂട്ടാക്കാത്തതിനെ തുടർന്നിട്ടാണ് ഞാൻ ഇതിപ്പോ വേറെ വേറെ കുറെ പ്രശ്നങ്ങളൊക്കെയാണല്ലോ പുറത്ത് വരുന്നത്. ക്ഷേത്രത്തിന്റെ ഇതൊക്കെ സ്പോൺസർഷിപ്പിന്റെ കാര്യമൊക്കെ വരുന്നുണ്ടല്ലോ. സത്യം പറഞ്ഞ ഈ അമ്മ എന്ന് പറയുന്നത് വൻ മീനല്ലല്ലോ, എന്തോ ഒരു വൻ മീനുകൾ വാഴുന്ന ഒരു സ്ഥലമാണ് ഈ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന. വേറെ കുറച്ച് വിഷയങ്ങളൊക്കെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രമൊക്കെ വരുന്നുണ്ട്. ഈ ഹിൽ പാലസ് വനിതാ സെല്ലിൽ കൊണ്ടുവന്ന് അൻസിബയ്ക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തത്. ആ കംപ്ലൈന്റിൽ ഈ ഒരു 2 വരി മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇതിനെ തെറ്റിദ്ധരിച്ച അൻസിബയാണ് ഞങ്ങളുടെ സ്പോൺസർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അൻസിബ മാത്രമല്ല, ക്ഷേത്രത്തിലെ സ്പോൺസർഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ ഏക വ്യക്തി അൻസിബ മാത്രമാണ് എന്നാണ് അൻസിബ വിചാരിക്കുന്നത്. അങ്ങനെയല്ല, ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ നിരവധി പേരുണ്ട്. അൻസിബ മാത്രം പറഞ്ഞെങ്കിലല്ലേ അൻസിബയ്ക്കെതിരെ അതൊരു അലിഗേഷൻ ആയിട്ട് വരുള്ളൂ. ഒരാൾക്ക് ഇത് ചെയ്യേണ്ട എന്നൊരു എതിരഭിപ്രായം പറയുമ്പോൾ അത് എങ്ങനെയാണ് ഒരു അലിഗേഷൻ ആയിട്ട് മാറുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അൻസിബയെ പല ആവർത്തി വിളിച്ചു കഴിഞ്ഞപ്പോൾ അൻസിബയാണ് ഇതിന് മത തീവ്രവാദം ആരോപിച്ചുകൊണ്ടും അൻസിബയെ ജിഹാദി എന്ന് ആരോ പരാമർശിച്ചു, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ജിഹാദി എന്ന് ആരോ പരാമർശിച്ചല്ല, ടിനി ടോം പറഞ്ഞതാണ് ആ ഒരു സ്ത്രീ അവിടെ പോയി സ്റ്റേഷനിൽ പരാതി ചെയ്തിരിക്കുന്നത്. ആരോ പരാമർശിച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. ടിനി ടോമിന്റെ ഡ്രൈവറെ മതപരിവർത്തനം ചെയ്യാനായിട്ട് അൻസിബ നോക്കി എന്ന് പറഞ്ഞിട്ടും അതൊരു ജിഹാദി എന്ന് പറയാം, ജിഹാദിയാ നോക്കിയെന്ന് പറയാം. അപ്പം ആ ഒരു വ്യക്തി ജിഹാദി അൻസിബ അല്ലേ? അറിയാത്തതൊന്നുമില്ലല്ലോ. അറിയാത്താണ് കിടന്ന് മെഴുകിട്ടുന്ന ഒരു കാര്യമില്ല. നിങ്ങൾ നോക്കേ, ഇതിലൊന്നും പറയുന്നതിനകത്തൊന്നും ഇവര് പറയുന്നതിനകത്തൊന്നും ഒരു ഇതുമില്ല. ചുമ്മാ എന്തുവാണ് നമ്മളെ അമ്മയെ കുറിച്ച് സത്യം പറഞ്ഞാൽ അങ്ങനെ അറിയത്തില്ല. എന്തെങ്കിലും ഇതിനൊക്കെയുള്ള വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ അമ്മ എന്ന് പറയുന്ന സാധനം പൊങ്ങി വരുന്നത്. പിന്നെ വേറൊരു വിറ്റെന്ന് വെച്ചാല് പിന്നെ അതിന്റെ ഇടയ്ക്കൂടെ നമ്മളെ ഊക്കഭിലാഷ് വന്നിട്ടുണ്ട്. ഊക്കഭിലാഷ് അണ്ണൻ ഊക്കാൻ വേണ്ടിയിട്ട് നല്ല കിട്ടില്ല ഇമ്മാതിരി ഊക്ക്. നിങ്ങളെല്ലാവരും വിചാരിക്കും അയാൾ അവരെ സപ്പോർട്ട് ചെയ്യാന്ന്. പക്ഷെ ഞാൻ അങ്ങനല്ല, ഞാൻ നേരെ തിരിച്ചാണ് വിചാരിക്കുക. അയാളെ ആറ്റിറ്റ്യൂഡ് അയാൾ പറയുന്നത് കേട്ടിട്ടൊക്കെ നമ്മളെ അഭിലാഷ് ആട്ടായം പറയുന്നതിനകത്ത് നല്ല കിടില 1.5 ഊക്കെന്ന് പറഞ്ഞാൽ നല്ല 1.5 ഊക്ക് ഊക്കുന്നുണ്ട്. അതിൽ സങ്കടമുണ്ട്. ഇന്നലെ ഒരു വീഡിയോ ഉള്ളു, നമ്മുടെ മിമിക്രി ലോകത്തെ രാജാവ് ടിനിച്ചേട്ടൻ അദ്ദേഹത്തിന്റെ മകനെ ഒരു ക്യാമറയിൽ പകർത്തിയിട്ട് അയൽപക്കത്തെ വീട്ടുകാർ എന്തൊക്കെയോ പറയുന്നു. ഒരു കാര്യം ചോദിച്ചിട്ട് ടിനിച്ചേട്ടൻ്റെ മകനെ മാത്രം നിങ്ങൾ പകർത്താണ്ട് നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് കൂടി ഒന്ന് പകർത്ത്. അണ്ണാ കണ്ണീര് വരുന്നില്ല അണ്ണാ, നല്ലോണം കരയണ്ണ, തുപ്പലോട്ടെങ്കിലും തേക്കണ്ണ. എന്തു അണ്ണാ കരഞ്ഞ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുക? ഞങ്ങൾക്ക് അവരോടെ കരച്ചിട്ട് വരുന്നത് അണ്ണാ. കണ്ണീര് വരുന്നില്ല, തുപ്പലോട്ട് തേക്ക്. പിന്നെ നേരത്തെ പറഞ്ഞ അവന്റെ ടിനി ടോമിന്റെ മോന്റെ കാര്യം, അതിന്റെ വീഡിയോയിലേക്ക് നമുക്ക് കുറച്ച് കരച്ചില് വരുന്നുണ്ട്. എനിക്ക് ഇന്ന് കരയണ്ണോ നിങ്ങൾ? എന്ത് വേണ്ട ആ പയ്യനെ എന്നിട്ട് നിങ്ങൾ എന്തോ പറയുന്നൊരു വീഡിയോ വളരെ മോശമാണ്. സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ ചീത്തയാക്കി കാണിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണും. അതുകൊണ്ടാണ് ആ പയ്യൻ ധൈര്യപൂർവ്വം തൻ്റെ ഇടമായിട്ട് ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ രീതിയിൽ വന്ന് നിങ്ങളോട് ചോദിച്ചത്. മനസ്സിലായില്ല? അപ്പൊ നിങ്ങൾ കുറെ വീഡിയോ എടുത്ത് കാണിക്കുന്നു. ടിനിച്ചേട്ടാ, നിങ്ങളെ മകനെ കുറിച്ച് പറഞ്ഞു കേൾക്കുമ്പോൾ സത്യം സങ്കടമുണ്ട്. നല്ലൊരു പയ്യനെ കുറിച്ച് പറയണത്. ആ പയ്യനെ ആരൊക്കെ എന്തൊക്കെ ആക്കി മാറ്റുവാണ്. ഈ അഭിലാഷ്, നമ്മളെ ഊക്കഭിലാഷ് എന്ന് പറയും. ഈ ഊക്കഭിലാഷിന്റെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാല് ആ പൊലിമടയിൽ പോയി. ഒന്നാമത്തത് റിയാക്ലിറ്റസിന്റെ കൂടെ പോയിരുന്ന റിയാക്ലിറ്റസിനെ ഊക്കി, അത് ആ പെണ്ണിനെ മനസ്സിലായില്ല. രണ്ടാമത് രേണുസുധീനെ നിർത്തി ഊക്കിയിട്ടുണ്ട്, കണ്ണീര് വരുന്നില്ലെന്നും പറഞ്ഞിട്ട്. ഇതൊന്നും അവർക്കാർക്കും മനസ്സിലാവത്തില്ല. അവർക്ക് എന്തോ നോക്കുമ്പോ എനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുത്തു, എന്റെ സഹോദരൻ, എന്റെ ഫാൻസ് എനിക്ക് വേണ്ടിയിട്ട് കുറെ സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിൽ വരും. പക്ഷെ ഊക്കഭിലാഷ് എന്ന് പറഞ്ഞാൽ 1.5 ഊക്കഭിലാഷ് എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ആളെ നല്ലോണം മനസ്സിലാവത്തുണ്ട്. നല്ല കിഡിലായിട്ട് ഊക്കി പിടിപ്പിക്കും. സത്യം
കണ്ണീര് വരുന്നില്ല ഇപ്പോഴും ആ വീഡിയോക്കകത്ത്. എവിടുന്നെങ്കിലും കുറച്ച് വെള്ളം, അല്ലെങ്കിൽ തുപ്പൽ, നേരത്തെ പറഞ്ഞ തുപ്പല് തൊട്ട് തേക്ക് വരട്ടെ, കണ്ണിന് വരട്ടെ, കണ്ടിട്ട് എനിക്ക് എന്റെ കാലത്തിൽ വരുന്നു. അയ്യോ അയ്യോ. പിന്നെ നമ്മളെ ടിനി ടോമിന്റെ മകന്റെ കുറച്ച് കലാപരിപാടികൾ നമുക്കത് കണ്ടു നോക്കാം. എന്താ ചെയ്യാ, നേരത്തെ ഈ ടിനി ടോമിന്റെ മകൻ കഞ്ചാവായിട്ട് പിടിച്ചെന്ന് പറഞ്ഞിട്ട് നേരത്തെ കുറച്ച് വിഷയമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്തോ ആർക്കറിയാം, ഒന്നുമില്ലെന്നും പറഞ്ഞ് ഒഴിവായി കാണും. ദെൻ നമുക്ക് ടിനി ടോമിന്റെ മകന്റെ ഒന്ന് നോക്കാം എന്താ പരിപാടി. ടിനി ടോമിന്റെ മകനാണ്. വീടിന്റെ മുമ്പിൽ ഒന്ന് വെല്ലുവിളിക്കുകയാണ്. കണ്ടോ, വീടിന്റെ മുമ്പിൽ ഒന്ന് വെല്ലുവിളിക്കുകയാണ്. മാഡം, ഞാൻ ഇവിടെ തന്നെ താമസിക്കുന്നത്. നട്ടലുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് സംസാരിക്കേണ്ട. എന്തരടെ കാണിക്കുന്നത്? ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇത്രയും സംസാരിച്ചിട്ട് ഹായ് എന്തോ പെട്ടെന്നില്ല സൈക്കോൾ കണക്ക് ഇങ്ങനെ മൈൻഡ് മാറി കണക്ക് ഹായ്. ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടിട്ട് പേടിച്ചാണോ? അത് തുടങ്ങിയത് തന്നെ ഉണ്ടല്ലോ, എറിയടം എന്നും പറഞ്ഞിട്ട് തുടങ്ങി. എറിയടാ യു കണ്ടിന്യൂ. നോക്കട്ടെ, ഉണ്ടാക്കടാ. നീ തെറി വിളിക്കണ എന്തിനാ? പറയണ കേൾക്കണല്ലോ. നീ എന്തിനാ തെറി വിളിക്കണേ? നീ തെറി വിളിക്കുക. പറയുന്ന കേൾക്കുന്നില്ലെന്നും പറഞ്ഞ ആരെങ്കിലും ഇത് എനിക്ക് തെറി വിളിക്കൂ? മോശം, വളരെ മോശം. പറഞ്ഞാ കേട്ടില്ല നീ തെറി വിളിക്കുക. 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 നിങ്ങളുടെ കുടുംബത്തിന്റെ സംസ്കാരം നല്ല അടിപൊളിയായിട്ട്. ഇറങ്ങി പോടാ നീ. ടിനി ടോമിന്റെ മോൻ, സിനി ആർട്ടിസ്റ്റ് ടിനി ടോമിന്റെ മോനാണ് ഈ കാണിക്കുന്നത്. എടാ അറച്ചിത്തൂണേ, ടിനി ടോമിന്റെ മകനാണ് ഈ കാണിക്കുന്നത്. ചേട്ടാ, എന്റെ പേര് ശബരീഷ് എന്നാണ്. നീ ആരാ? ഇവനാണ് സംസാരിച്ചത്. ഇവനാ സംസാരിച്ചത്. പറഞ്ഞു. ടിനി ടോമിന്റെ മകനാണ്. സെലിബ്രിറ്റി ടിനി ടോമിന്റെ മകനാണ്. കഞ്ചാവ് ഉടനെ അപ്പുറത്ത് നിന്ന് അവന്റെ തലയിൽ കൊണ്ട് ഇവനെ സംസാരിച്ച പറഞ്ഞോളൂ അവന്റെ തലയിൽ കൊണ്ടിട്ട് ഇവരൊക്കെ നിൽക്കുന്നുണ്ട്. എന്തോ ഒരുമാതിരി വെള്ളം അടിച്ചിട്ടൊക്കെ നിൽക്കുന്നതൊക്കെ തോന്നുന്നു. എന്തോ വെള്ളമാണോ ആൾക്കാരെ എന്തോ ആണെന്ന്. ഇതൊന്നും സഹിക്കാൻ പറ്റാത്ത കേസാണ്. അപ്പം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ അമ്മ എന്ന് പറയുന്ന സംഘടന എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അതിനകത്തുണ്ട്. അപ്പം മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ അമ്മ എന്ന് പറയുന്ന സംഘടന ഈ വിവാദങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംഘടനയാണ് അമ്മ എന്ന് പറയുന്ന സംഘടന. വിവാദങ്ങൾക്ക് വേണ്ടി മാത്രം. എന്നാലേ നമ്മൾ അറിയത്തുള്ളൂ ഈ ഒരു അമ്മ എന്ന് പറയുന്ന സംഘടന ഇപ്പോഴും ഉണ്ടെന്ന്. എവിടോ ഉറങ്ങിക്കിടക്കുന്ന സാധനം. അതെന്താന്ന് പോലും അറിയത്തില്ല. വിവാദങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഈ അമ്മ എന്ന് പറയുന്ന സംഘടന ഇതുവരെ കണ്ടിട്ടില്ല. ഇവര് ചാരിറ്റി പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് ചുമ്മാ വെറുതെയാണ്. ഇപ്പൊ ഏതെങ്കിലും ചാരിറ്റി ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു സംഘടന പേര് എന്തെങ്കിലും ചെയ്തിട്ടാണ് ഈ ഒരു വാർത്ത വന്നത്? അല്ലല്ലോ. ഇത് വന്നത് അപരാധം പറഞ്ഞിട്ട് തന്നെ. ഇപ്പൊ ഈ ടിനി ടോം എന്നൊക്കെ പറഞ്ഞാല് നിരന്തരം പ്രശ്നം ഉണ്ടാക്കുന്ന ആളല്ല. നിരന്തരം പ്രശ്നങ്ങളാണ് ടിനി ടോമിന്റെ ഒക്കെ കേസിൽ. അപ്പൊ ഈ സംഘടന എന്താണെന്ന് പോലും നമുക്ക് ഇതുവരെ പിടികിട്ടിട്ടില്ല. നമുക്ക് പിടികിട്ടിട്ടുള്ളത് വിവാദങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു സംഘടനയാണ്. അപ്പം കേസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ, നമുക്ക് ബാക്കി എന്താണെന്ന് നോക്കാം, എന്തൊക്കെ കണ്ടറിയാം. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ.